ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഉഷ് എന്ന വെബ് സീരീസിന്റെ വിശദീകരണമാണ്. ഈ വെബ് സീരീസിൽ മൊത്തം 4 കഥകളാണുള്ളത്. ഇതൊരു ആന്തോളജി വെബ് സീരീസ് ആണ്. ഈ വെബ് സീരീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇനി അധികം വൈകാതെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. ആദ്യത്തെ കഥയുടെ തുടക്കത്തിൽ ഒരു അച്ഛനും മകനും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊരു ഇംഗ്ലീഷ് സിനിമയാണ് കാണുന്നത്. ഒരു ചുംബന രംഗം വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ അച്ഛൻ പെട്ടെന്ന് ചാനൽ മാറ്റുന്നു. മകന്റെ പേര് ഫെലിക്സ് എന്നാണ്. അച്ഛാ, ഞാൻ ഈ സിനിമയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് ചാനൽ മാറ്റിയത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഹോംവർക്ക് ഒക്കെ ഇല്ലേ, ആദ്യം അത് പോയി ചെയ്യേ, എന്നിട്ട് ഉറങ്ങാൻ നോക്ക് എന്ന് അച്ഛൻ പറയുന്നു. ഫെലിക്സും ശരി എന്ന് പറഞ്ഞ് ഹോംവർക്കൊക്കെ തീർക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഉറങ്ങാൻ പോകുന്നത്. ഇനി ഫെലിക്സ് പഠിക്കുന്ന സ്കൂളാണ് കാണിക്കുന്നത്. ആ സ്കൂളിൽ ഒരു തമിഴ് സാറുണ്ട്. അദ്ദേഹം ഒരു ക്ലാസ്സിൽ കുന്തി ദേവിയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അവർ സൂര്യനെ നോക്കി ഗർഭിണിയായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സൂര്യനെ നോക്കിയാൽ ഗർഭിണിയാവോ, അതെങ്ങനെ എന്നൊക്കെ കുട്ടികൾ പരസ്പരം സംസാരിക്കുന്നു. മല്ലിക എന്നൊരു ടീച്ചറെ കാണിക്കുന്നുണ്ട്. അവർ സയൻസ് ടീച്ചറാണ്. അവർ വേഗത്തിൽ ക്ലാസ്സിലേക്ക് പോകുന്നത് തമിഴ് സാർ കാണുന്നു. മാഡം, പതുക്കെ പോ, നിങ്ങളൊന്നും സയൻസ് ടീച്ചർ ആവേണ്ടവരല്ല, PT ടീച്ചറാണ് ആവേണ്ടത് എന്ന് കളിയാക്കുന്നു. അവർ ക്ലാസ് മുറിയിലെത്തി കുട്ടികൾക്ക് സയൻസ് ക്ലാസ് എടുക്കുന്നു. മല്ലിക ടീച്ചർ വിവാഹം കഴിക്കാത്ത ഒരാളാണ്. ഈ തമിഴ് സാർ എപ്പോഴും എന്നോട് വഴക്കിന് വരുന്നു, ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ അവർ മറ്റൊരു ടീച്ചറിനോട് തമാശയെ സംസാരിക്കുന്നു. ഇനി സമീര എന്ന പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവൾ ചേച്ചിയോടൊപ്പം ബൈക്കിൽ പോവുകയാണ്. സൂര്യൻ കാരണം ഒരാൾക്ക് ഗർഭിണിയാവാൻ കഴിയുമോ എന്നവൾ ചേച്ചിയോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ചേച്ചി പറയുന്നു. അപ്പോൾ ഒരാൾ എങ്ങനെയാണ് ചേച്ചി ഗർഭിണിയാവുന്നത്, പറ എന്ന് അവൾ ചോദിക്കുന്നു. അതെങ്ങനെയാ ഞാൻ പറയാ, ഉമ്മ കൊടുത്താൽ ഗർഭിണിയാവും എന്ന് പറഞ്ഞ് ചേച്ചി വിഷയം മാറ്റുന്നു. കൊലുബൊമ്മകൾ വെച്ച് ആളുകളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങിൽ മല്ലികയുടെ വീട്ടിലേക്ക് ഒരുപാട് പേർ വന്നിട്ടുണ്ട്. എന്താ എത്ര വൈകിയത്, എല്ലാവരും നിന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വേഗം വാ എന്ന് മല്ലികയുടെ അമ്മ വിളിക്കുന്നു. തിരുക്കുറളിനെ അറുത്തുപാൽ, പൊരട്ടുപാൽ, കാമത്തുപാൽ എന്നിങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നത് എഴുതാൻ വരുന്ന തമിഴ് സാർ കാമത്തുപാൽ എന്നത് വേണ്ടെന്ന് വെക്കുന്നു. അതിനെ ഇൻപത്തുപാൽ എന്നും പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് മാറ്റി എഴുതുന്നു. കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണ് ആദ്യം കാമത്തുപാൽ എന്ന് എഴുതിയതെന്നും പിന്നീട് അത് വെട്ടി ഇൻപത്തുപാൽ ആക്കിയതെന്നും അവർ ചിന്തിക്കുന്നു. ഫെലിക്സിനാണ് ഈ സംശയം വരുന്നത്. അവൻ അടുത്തുള്ള കുട്ടിയോട് ചോദിക്കുമ്പോൾ അവൻ നിന്റെ കൂട്ടുകാരി സമീരയോട് ചോദിക്കാൻ പറയുന്നു. ഫെലിക്സ് സമീരയെ വിളിക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കി എന്താണെന്ന് ചോദിക്കുന്നു. അവൻ കാര്യം പറയുന്നു. ഇത് തമിഴ് സാർ ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ പെൺകുട്ടിയോട് സംസാരിക്കുന്നു എന്ന് ചോദിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. അവർ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് പറയുന്നു. സമീരയോടും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അവൾ സാറിനോട് കാര്യം പറയുന്നു. ഓഹോ, ഇതാണോ നിങ്ങൾ ചോദിച്ചത്, രണ്ടുപേരും പുറത്തു പോയി മുട്ടുകുത്തിയിരിക്കെ എന്ന് സാർ പറയുന്നു. രണ്ടുപേരും പുറത്ത് മുട്ടുകുത്തിയിരിക്കുന്നു. ഫെലിക്സിന് ഇതിനെക്കുറിച്ച് ഒന്നും സത്യത്തിൽ അറിയില്ലായിരുന്നു. അങ്ങനെ എന്ത് ചോദിച്ചിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്ന് അവൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട്. സമീരയാണ് എന്നെ മാറ്റിവിട്ടത്, അവളോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്നും പറയുന്നു. പ്രിൻസിപ്പാൾ മല്ലികയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങളല്ലേ സയൻസ് ടീച്ചർ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം എന്ന് അദ്ദേഹം പറയുന്നു. സർ, അതെങ്ങനെ ഞാൻ എടുക്കും എന്നവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇങ്ങനെ മടിച്ചാൽ എങ്ങനെയാണ് മാഡം, ഈ സെക്സ് എന്ന കാര്യത്തിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും നടക്കുന്നത്. നമുക്ക് കുട്ടികൾക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം, നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫെലിക്സും കൂട്ടുകാരനും സമീര വന്നാൽ സംസാരിക്കാനായി കാത്തിരിക്കുകയാണ്. സമീര വന്നപ്പോൾ കൂട്ടുകാരൻ ഫെലിക്സിനെ തള്ളിവിടുന്നു. ഫെലിക്സ് അറിയാതെ സമീരയുടെ മുകളിൽ ചെന്നിരിക്കുന്നു. അവളുടെ കവളിൽ ഉമ്മ വയ്ക്കുന്നു. സമീര ഞെട്ടി പോവാണ്. ഉമ്മ തന്നല്ലോ, ഇനി കുഞ്ഞുണ്ടാവോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. അബദ്ധത്തിൽ പറ്റിപ്പോയല്ലോ എന്ന് ഫെലിക്സും വിഷമിക്കുന്നു. അവൻ ക്ലാസ്സിൽ വെച്ച് സമീരയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. വൈകുന്നേരം ചേച്ചിയോടൊപ്പം ബൈക്കിൽ പോകുമ്പോൾ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ചേച്ചി, ഉമ്മ കൊടുത്താൽ കുഞ്ഞുണ്ടാവോ, സത്യമാണോ പറയുന്നത്? അതെ, സത്യമാണ് എന്ന് ചേച്ചി സമാധാനിപ്പിക്കുന്നു. പൂർണ്ണമായി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയുന്നത്. അവൻ ഉമ്മ തന്നല്ലോ, അപ്പൊ എനിക്ക് കുഞ്ഞുണ്ടാവോ എന്നവൾ ഭയപ്പെടുന്നു. മല്ലിക തന്റെ കൂട്ടുകാരിയോട് സംസാരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ പറയുന്നു, അതെങ്ങനെ എടുക്കും, അതിനെന്താ പ്രശ്നം, ബോധവൽക്കരണത്തിനല്ലേ, നിനക്ക് ക്ലാസ് എടുക്കാൻ മടിയുണ്ടോ എന്ന് കൂട്ടുകാരി ചോദിക്കുന്നു. മടിയൊന്നുമില്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ആ ക്ലാസ് എടുക്കാൻ അവർക്ക് വലിയ മടിയായിരുന്നു. സമീര, എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഫെലിക്സ് അവളെ മാറ്റി നിർത്തുന്നു. ഞാൻ അറിയാതെയല്ലേ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നീ വലിയ തെറ്റാണ് ചെയ്തത്, നീ ഉമ്മ തന്നുകൊണ്ട് എനിക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നു, കുഞ്ഞുണ്ടായാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾ കരയാണ്. മല്ലിക വീട്ടിലെത്തി കണ്ണാടിയിൽ നോക്കി സ്വയം സംസാരിക്കുന്നു. നീ എന്തിനാണ് ഇത്ര മടിക്കുന്നത്, ഒന്നിനെ കുറിച്ച് ആലോചിക്കാതെ ആ ക്ലാസ് എടുക്ക് എന്ന് പറയുന്നു. ക്ലാസ് എടുക്കാം, പക്ഷേ കുട്ടികളുടെ മുന്നിൽ അതെങ്ങനെ എടുക്കും എന്നവർ ഭയക്കുന്നു. മല്ലികയുടെ അമ്മ വന്ന് പറയുന്നുണ്ട്, നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട്, കോലുവിന്റെ അവസാന ദിവസമായ നാളെ അവർ വരും, നീ നേരത്തെ വരണം. ശരി അമ്മ എന്ന് പറഞ്ഞ് അവൾ അമ്മയെ അയക്കുന്നു. ഫെലിക്സ് കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ഉമ്മ കൊടുത്താൽ കുഞ്ഞുണ്ടാവുമെന്ന് സമീര പറഞ്ഞു, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു,
ഞാൻ സമീരയെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്നാൽ കുഞ്ഞ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാവുന്ന കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഡാ ഉമ്മ കൊടുത്താലൊന്നും കുഞ്ഞുണ്ടാവില്ല, അതിന് വേറെ ചില കാര്യങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് ഫെലിക്സ് ചോദിക്കുന്നു. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ കയ്യിലൊരു CD ഉണ്ട്, വീട്ടിൽ എല്ലാവരും ഇറങ്ങിയ ശേഷം ഇതിട്ട് നോക്ക്, എനിക്ക് മനസ്സിലാവും എന്ന് കൂട്ടുകാരൻ പറയുന്നു. മല്ലിക ടീച്ചർ ക്ലാസ് എടുക്കാനായി വരുന്നുണ്ട്. അവർക്ക് അല്പം പരിഭ്രമമുണ്ട്. കുട്ടികൾ ചെറുതായി സംസാരിച്ചപ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികളെ പുറത്താക്കണമെന്ന് വിചാരിച്ച് പല കാരണങ്ങൾ പറഞ്ഞ് അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നു. ക്ലാസ് തുടങ്ങാനായി ബോർഡിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് എഴുതാൻ പോലും അവർക്ക് പേടിയാണ്. കൈ വിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ തീരുമാനം മാറ്റുന്നു. ഞാൻ റെക്കോർഡ് പൂർത്തിയാക്കാൻ പറഞ്ഞിരുന്നില്ലേ, സമീര എല്ലാവരുടെയും റെക്കോർഡ് വാങ്ങി വാ എന്ന് പറയുന്നു. സമീര എല്ലാവരുടെയും റെക്കോർഡ് വാങ്ങി ടീച്ചർക്ക് കൊടുക്കുന്നു. കൊലു നടക്കുമ്പോൾ ഭക്തിഗാനം വെക്കാൻ മല്ലിക ടീച്ചർ സ്കൂളിലെ പ്യൂണിനോട് ഒരു CD ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ മുഴുവൻ ഭക്തിഗാനങ്ങളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു CD കൊടുക്കുന്നു. കുഞ്ഞുണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ സമീരയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈ CD അവൾക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് ഫെലിക്സ് പറയുന്നുണ്ട്. അവൾക്കല്ല, നീയാണ് ഇത് കാണേണ്ടത് എന്ന് കൂട്ടുകാരൻ പറയുന്നു. പക്ഷെ അവൻ കേൾക്കുന്നില്ല. അവൻ സമീരയോട് സംസാരിക്കാനായി വരുന്നുണ്ട്. CD എടുക്കാൻ നോക്കുമ്പോൾ തന്റെ നോട്ട്ബുക്ക് കാണാനില്ല. ആ നോട്ട് അവൻ മല്ലിക ടീച്ചർക്കാണ് കൊടുത്തിരുന്നത്. അയ്യോ, എന്തിനാടാ CD അതിനകത്ത് വെച്ചത്, അവർ കാണുന്നതിന് മുമ്പ് CD എടുക്കണം എന്ന് ഫെലിക്സിന്റെ കൂട്ടുകാരൻ പറയുന്നു. മല്ലിക ടീച്ചർ പ്രിൻസിപ്പലിനെ കാണാൻ പോകുന്നുണ്ട്. സാർ, ഞാൻ ശ്രമിച്ചു, എനിക്കെന്തോ ആ ക്ലാസ് എടുക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു, ഞാൻ ജോലി രാജിവെക്കുകയാണ് എന്ന് പറയുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇത് നാണിക്കേണ്ട കാര്യമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എങ്കിലേ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനം പറ എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ആരുമില്ലാത്തപ്പോൾ ഫെലിക്സ് സ്റ്റാഫ് റൂമിൽ കയറി ആ CD എടുത്ത് അവിടെ നിന്ന് പോകുന്നു. മല്ലികയും ആലോചനയോടെ പോകുന്നു. സമീരയുടെ വീട്ടിൽ അവളുടെ ചേച്ചി അമ്മയോട് തമാശയെ പറയുന്നു, ഇവൾ വയറ്റിലുള്ളപ്പോൾ തന്നെ കള്ളിപ്പാൽ കൊടുത്ത് കൊല്ലണമായിരുന്നു. കള്ളിപ്പാൽ എന്താണ് എന്ന് സമീര ചോദിക്കുന്നു. വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിൽ കള്ളിപ്പാൽ കുടിച്ചാൽ കുഞ്ഞു മാത്രം മരിക്കുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നത് കേട്ട് ചേച്ചി ഞെട്ടുന്നു. നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് അവർ നോക്കുന്നുണ്ട്. അവൾ ഒഴിഞ്ഞു മാറുന്നു. അച്ഛനും അമ്മയും ഉറങ്ങുമ്പോൾ ഫെലിക്സ് പതുക്കെ ആ CD എടുത്ത് പ്ലെയറിൽ ഇടുന്നു. അപ്പോൾ അച്ഛൻ വരുന്നുണ്ട്. എന്താ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ CD ഒളിപ്പിച്ചു വെച്ച് ഒന്നുമില്ലെന്ന് പറയുന്നു. ആ CD ഇങ്ങത്താ എന്ന് പറഞ്ഞ് അച്ഛൻ അത് വാങ്ങുന്നു. മല്ലികയുടെ വീട്ടിൽ ചെക്കൻ കാത്തിരിക്കുകയാണ്. വേഗം കുളിച്ചു വാ എന്ന് അമ്മ പറയുന്നുണ്ട്. അവൾ CD പ്ലേ ചെയ്യാൻ പോകുന്നു. എല്ലാവരും ഇരിക്കുമ്പോൾ അവൾ ടിവിയുടെ അടുത്തേക്ക് വന്ന് CD പ്ലെയറിലിടുന്നു. മറ്റൊരു വശത്ത് ഫെലിക്സിന്റെ അച്ഛൻ ആ CD പ്ലേ ചെയ്യുന്നു. പ്ലേ ചെയ്തപ്പോൾ കീർത്തനമാണ് കേൾക്കുന്നത്. അതായത് മല്ലികയുടെ CD ആണ് ഫെലിക്സിന്റെ കയ്യിലുണ്ടായിരുന്നത്. കീർത്തനം കേട്ടതുകൊണ്ട് അച്ഛൻ സംശയിക്കാതെ പോയി കിടന്നുറങ്ങ് എന്ന് പറയുന്നു. മല്ലികയുടെ വീട്ടിലാണെങ്കിൽ ഒരു അഡൾട്ട് വീഡിയോ ആണ് പ്ലേ ആവുന്നത്. വിചിത്രമായ ശബ്ദങ്ങൾ കേട്ട് വന്നിരുന്ന അതിഥികളെല്ലാം പേടിച്ചോടുന്നു. മകളാണ് ഇതിനെല്ലാം കാരണമെന്ന് കരുതി അമ്മ അവളുടെ കരണത്തെ ഒരു അടി കൊടുക്കുന്നു. ഇതെങ്ങനെ മാറി എന്ന് അവൾ ആലോചിക്കുന്നു. രാത്രി നടന്നതിനെ കുറിച്ച് ഫെലിക്സ് കൂട്ടുകാരനോട് പറയുന്നു. കീർത്തനമോ, എവിടെ നിന്നാണ് നീ CD എടുത്തത് എന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നു. നോട്ടിന്റെ മുകളിൽ വെച്ചിരുന്നു, അതാണ് എടുത്തത് എന്ന് ഫെലിക്സ് പറയുന്നുണ്ട്. ക്ലാസ് എടുക്കാൻ വന്ന മല്ലിക പ്യൂണിനോട് ചോദിക്കുന്നു, എന്ത് CD ആണ് നിങ്ങൾ തന്നത്? കീർത്തനത്തിന്റെ CD ആണ്. എന്ത് പറ്റി മാഡം എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹമല്ല ഇത് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നോട്ട്ബുക്ക് എടുത്തു വെച്ചപ്പോഴാണ് CD താഴെ വീണതെന്ന് അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ ആരോ നോട്ടിലാണ് CD വെച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവർ ഓരോരുത്തർക്കായി നോട്ട് കൊടുക്കുന്നു. ഫെലിക്സ് നോട്ട് വാങ്ങുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തുറന്നു നോക്കുന്നു. ഫെലിക്സ് ആണിത് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കുട്ടികൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായും അറിവ് വേണമെന്ന് മല്ലിക തിരിച്ചറിയുന്നു. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്, സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് എന്ന് പറഞ്ഞ് അവർ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നു. ഇതോടെ ആദ്യത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ കഥയുടെ തുടക്കം ഒരു പബ്ബിലാണ്. രഘു എന്ന ആൾ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് പ്രിയ എന്നൊരാൾ അവിടേക്ക് വരുന്നത്. രഘു പ്രിയയോട് ഇരിക്കാൻ പറയുന്നുണ്ട്. അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു. അവർ രണ്ടുപേരും കോളേജ് കാലത്ത് പ്രണയത്തിലായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ പിരിഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും വ്യത്യസ്ത ജീവിതം നയിക്കുകയാണ്. അവർ പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ആ ദിവസങ്ങളൊന്നും മറക്കാൻ കഴിയില്ല, എത്ര സന്തോഷമായിരുന്നു അല്ലേ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കോളേജ് കാലത്ത് അവർ ഒരുപാട് റൊമാൻസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചിട്ടാണ് അവർ ആദ്യം സംസാരിക്കുന്നത്. ഇപ്പോൾ ജീവിതം എങ്ങനെ പോകുന്നു എന്നവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. അവർ പ്രണയിക്കുന്ന സമയത്ത് പെൺകുഞ്ഞുണ്ടായാൽ സഹാന എന്ന് പേരിടണമെന്ന് സംസാരിച്ചിരുന്നു. രഘു തന്റെ മകൾക്ക് സഹാന എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. ഇത് കേട്ട പ്രിയ അതിശയിക്കുന്നു. സഹാന എന്ന് പേരിടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എൻ്റെ മകൾക്ക് ഞാൻ സുജി എന്നാണ് പേരിട്ടത് എന്നവൾ പറയുന്നു. നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്, പക്ഷേ കോളേജ് കാലത്ത് നിന്നെ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെയുണ്ട് എന്ന് രഘു പറയുന്നു. നീയും അതുപോലെ തന്നെയുണ്ട്, കുറച്ച് വയറ് ചാടിയെന്നേ ഉള്ളൂ എന്ന് പ്രിയ പറയുന്നു. അവർ ചിരിക്കുന്നുണ്ട്. നിന്റെ ഭർത്താവ് നിന്നെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് രഘു ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നു, ഭർത്താവ് എന്നെ നന്നായി നോക്കുന്നുണ്ട്, എന്നാലും എന്തോ ഒന്ന് മിസ്സാകുന്നു. അദ്ദേഹം എപ്പോഴും ജോലി തിരക്കിലാണ്. ഞങ്ങളുടെ ലൈംഗിക ജീവിതം അത്ര നല്ലതല്ല. പണ്ടത്തെ പോലെ എൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നേ ഇല്ല. കുഞ്ഞുണ്ടായതിനു ശേഷം എന്നെ പൂർണ്ണമായി ഒഴിവാക്കാൻ തുടങ്ങി. അതിലെനിക്ക് വലിയ വിഷമമുണ്ട്. അദ്ദേഹത്തിന് ലൈംഗികമായി വല്ല ബലഹീനതയുണ്ടോ എന്ന് രഘു ചോദിക്കുന്നു. ബലഹീനത എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല, അതാണ് പ്രശ്നം എന്നവൾ പറയുന്നു. നിന്റെ പ്രശ്നം പോലെ തന്നെയാണ് എന്റേത്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സമയമൊക്കെ ചെലവഴിക്കും, പക്ഷേ കുഞ്ഞുണ്ടായതിനു ശേഷം അവൾ ആകെ മാറി. സൗന്ദര്യം സംരക്ഷിക്കേണ്ട, എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന ചിന്താഗതിയിലേക്ക് അവൾ വന്നു. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. ഞങ്ങൾക്കിടയിലും ഒരു വിടവുണ്ട് എന്ന് രഘു പറയുന്നു.
ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഘു പറയുന്നുണ്ട്, എനിക്കിപ്പോഴും പഴയ കാര്യങ്ങൾ മറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിക്കുന്നു. അതിൽ ചുംബിക്കുന്നു. അവൾക്ക് അസ്വസ്ഥത തോന്നുന്നു. ഞാൻ റെസ്റ്റ് റൂം ഉപയോഗിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ എണീക്കുന്നു. മുഖം കഴുകി തിരികെ വരുമ്പോൾ അയാൾ അവളുടെ കൈ പിടിച്ച് വലിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളെ കണ്ടാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞ് അവളെ ഒരിടത്ത് ഒതുക്കി നിർത്തുന്നു. അവൾ വളരെ അടുത്ത് നിൽക്കുമ്പോൾ പ്രിയ പെട്ടെന്ന് രഘുവിനെ ചുംബിക്കുന്നു. ഞാൻ അങ്കിളിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രഘു പോകുന്നു. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അയാൾ തിരികെ വന്നിരിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ച കാര്യം പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല, ഞാൻ വെറുതെ പോയി സംസാരിച്ചു എന്ന് പറയുന്നു. പ്രിയ താൻ ചുംബിച്ചതിന് മാപ്പ് ചോദിക്കാൻ വരുന്നു. നീ മാപ്പ് ചോദിക്കരുത്, നീ ചുംബിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നു, എന്തായാലും അത് സംഭവിക്കുമായിരുന്നു എന്ന് രഘു പറയുന്നു. അവർ ചിരിക്കുകയാണ്. അയാൾ അവളുടെ കൈകളിൽ പിടിച്ച് റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. അവർ എവിടെയെങ്കിലും പോകാമെന്ന് ആലോചിച്ച് കൈ കോർത്ത് പബ്ബിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ പ്രിയയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. മകളെ നോക്കാൻ ഏൽപ്പിച്ചയാൾ വിളിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് പോകണം, നമുക്ക് മറ്റൊരു ദിവസം കാണാം എന്നവൾ പറയുന്നു. രഘു സമ്മതിക്കുന്നുണ്ട്. പ്രിയ നടന്നു പോകുമ്പോൾ രഘു പെട്ടെന്ന് അവളെ തടഞ്ഞു നിർത്തുന്നു. പബ്ബിന്റെ മുകളിലുള്ള ഒരു നിലയിലേക്ക് അവളെ വലിച്ചുകൊണ്ട് പോകുന്നു. അവൾ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ അവളെ കൊണ്ടുപോയി ചുംബിക്കാൻ തുടങ്ങുന്നു. അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ പ്രിയ വീട്ടിൽ ഉറങ്ങി എഴുന്നേൽക്കുന്നത് കാണിക്കുന്നു. അവൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭർത്താവ് ജോലി ചെയ്യാണ്. അവൾ സന്തോഷത്തോടെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നു. അവളുടെ ഭർത്താവ് രഘു തന്നെയായിരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ വിള്ളലുകൾ വന്നപ്പോൾ അത് പരിഹരിക്കാനായി അപരിചിതരെ പോലെ പെരുമാറാനും ഒരിടത്ത് വെച്ച് കണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനും അവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ രാത്രി അവർ സംസാരിച്ചത്. ഇപ്പോൾ ഒരാളുടെ പ്രശ്നം മറ്റൊരാൾക്ക് വ്യക്തമായി മനസ്സിലായി. അവർ തങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. കോളേജ് കാലത്ത് പ്രണയിച്ചപ്പോൾ മകൾക്ക് സഹാന എന്ന് പേരിടാൻ ആഗ്രഹിച്ചെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി സുജി എന്ന് പേരിടുകയായിരുന്നു. ഭർത്താവും അത് സമ്മതിച്ചിരുന്നു. മകൾ ഉറങ്ങുന്നത് കണ്ട് അവർ വീണ്ടും റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. അയാൾ സോഫയിൽ ഇരിക്കുമ്പോൾ അവൾ ഷർട്ട് ഊരി മാറ്റി അയാളുടെ അടുത്തേക്ക് വരുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് അവളെ നോക്കുന്നു. അവർ സോഫയിൽ ഒന്നാകുന്നു. ഇതോടെ ഈ കഥയും ഇവിടെ അവസാനിക്കുന്നു. ദേവി എന്ന കോളേജ് പ്രൊഫസറാണ് അടുത്ത കഥയിലെ പ്രധാന കഥാപാത്രം. അവരൊരു വലിയ കുടുംബത്തിലാണ് താമസിക്കുന്നത്. ഞാൻ പോവാണ്, ഇന്ന് മിലിറ്ററി ക്യാമ്പിൽ പോയിട്ട് വരാൻ വൈകും എന്നവർ പറയുന്നു. വീട്ടിലുള്ളവർ സമ്മതിക്കുന്നുണ്ട്. കോളേജിലെത്തിയപ്പോൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ദേവിയുടെ ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കാണാതായി. അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് ഒരു വിവരവുമില്ല. അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടെ മിലിറ്ററി ക്യാമ്പിൽ പോയി അന്വേഷിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവിനെ കാണാതായിട്ട് 10 വർഷത്തിലേറെയായി, എന്നിട്ടും വീട്ടുകാർ നിങ്ങളോട് കാത്തിരിക്കാനാണ് പറയുന്നത് എന്ന് മറ്റൊരു ടീച്ചർ പറയുന്നു. 10 വർഷമായി അവർ ഭർത്താവിനായി കാത്തിരിക്കുകയാണ്. ഭർത്താവിനെ അന്വേഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് നുണയായിരുന്നു. അവർ തന്റെ സ്കൂൾ കാലത്തെ സുഹൃത്തായ രവിയെ കാണാനാണ് പോകുന്നത്. രവി അവളെ സ്വാഗതം ചെയ്യുന്നു. രവി ഓഫീസ് ആവശ്യത്തിനായി അവിടെ വന്നതാണ്. സ്കൂൾ കാലത്ത് രവി ദേവിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ പറയാൻ ധൈര്യം ഉണ്ടായില്ല. അവിചാരിതമായിട്ടാണ് നിന്റെ പ്രൊഫൈൽ കണ്ടത്, സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. പിന്നെ ധൈര്യം സംഭരിച്ചാണ് സംസാരിച്ചതും കാണണമെന്ന് പറഞ്ഞതും എന്ന് രവി പറയുന്നു. നീ അന്നും ഇന്നും ഒട്ടും മാറിയിട്ടില്ല. അന്നും ഇങ്ങനെ നാണിക്കുമായിരുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നീ മാത്രം പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ എന്റെ തീരുമാനം എന്താകുമായിരുന്നു എന്ന് എനിക്കറിയില്ല എന്ന് ദേവി പറയുന്നു. അവർ അടുത്തിടെ ഫോണിൽ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് തന്റെ ഭർത്താവിനെ കാണാതായ കാര്യം ദേവി പറയുന്നത്. കാണാതായി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, അതെങ്ങനെ എന്ന് രവി ചോദിക്കുന്നു. ഒരു രഹസ്യ ദൗത്യത്തിനായി 4-5 പേർ പോയെന്നും കുറച്ചു മാസങ്ങൾ അദ്ദേഹം ഇടയ്ക്കിടെ വിളിക്കുമായിരുന്നുവെന്നും പിന്നീട് വിളിക്കാതായെന്നും അവൾ പറയുന്നു. ഓഫീസർമാർ പറഞ്ഞത് അദ്ദേഹം പാകിസ്ഥാനിൽ പിടിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും തങ്ങൾ അന്വേഷിക്കുകയാണെന്നുമാണ്. അവരുടെ വിവാഹം എങ്ങനെ നടന്നുവെന്നും ദേവി പറയുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ അവളോടൊരു വാക്കുപോലും ചോദിക്കാതെ വിവാഹം ഉറപ്പിച്ചിരുന്നു. എനിക്കും സ്കൂൾ കാലത്ത് നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ എല്ലാം മാറിപ്പോയി എന്ന് ദേവി പറയുന്നു. എന്റെ കഥ പറഞ്ഞ് ഞാൻ നിന്നെ വിഷമിപ്പിച്ചു, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൾ വിഷയം മാറ്റുന്നു. രവി തന്റെ മകളുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു. സ്കൂളിലെ മറ്റു കൂട്ടുകാരുമായും അവൻ എപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ട്. അവരുമായി സംസാരിച്ച് ദേവി ഒരുപാട് സന്തോഷിക്കുന്നു. നിന്റെ ഭാര്യയെക്കുറിച്ച് പറ എന്നവൾ ചോദിക്കുമ്പോൾ രവിയുടെ മുഖം മാറുന്നു. അയാളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരുന്നു. എന്നാൽ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല, ഭാര്യ മരിച്ചു. അവൾ മരിച്ചിട്ട് 2 വർഷമായി എന്ന് അയാൾ പറയുന്നു. രവി വിഷമത്തോടെ പറയുന്നത് കേട്ട് ദേവി ആശ്വാസത്തിനായി അയാളെ കെട്ടിപ്പിടിക്കുന്നു. എടുത്തു ചാടി കെട്ടിപ്പിടിച്ചോ എന്നും ദേവി ചിന്തിക്കുന്നു. അവൾ കൈയെടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അയാൾ അവളെ വീണ്ടും കെട്ടിപ്പിടിക്കുന്നു. അവർക്കിടയിൽ അടുപ്പം കൂടുന്നു. അവർ ശാരീരികമായി ബന്ധപ്പെടുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് രവി ആലോചിക്കുന്നുണ്ട്. ദേവി ഡ്രസ്സ് മാറി വരുമ്പോൾ അയാൾ ആലോചിക്കുന്നത് കാണുന്നു. അവളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അയാൾ ആലോചിക്കുന്നത്. പക്ഷേ മകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. നീ എന്തിനാണ് ഇത്ര മടിക്കുന്നത്? നീ എനിക്കൊരു ഉറപ്പും തന്നിട്ടില്ല. ഇത് തീർത്തും അവിചാരിതമായി സംഭവിച്ചതാണ്. ഇതിന് നീ എന്ത് ചെയ്യാനാണ്? എന്നെ കല്യാണം കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നീ ജോലിക്കായി വന്നതല്ലേ, ജോലി കഴിഞ്ഞ് സമാധാനമായി പൊക്കോളൂ എന്ന് ദേവി പറയുന്നു. രവി വിഷമത്തോടെ അവിടെ നിന്ന് പോവാണ്. അവൾ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ മുന്നിൽ ഒരു ആൾക്കൂട്ടം കാണുന്നു. വീട്ടിലുള്ളവരെല്ലാം വലിയ സന്തോഷത്തിലാണ്. അളിയൻ തിരിച്ചു വന്നു എന്നവർ പറയുന്നു. 10 വർഷം വരാതിരുന്നയാൾ താൻ ഒരു തെറ്റ് ചെയ്ത ദിവസം തന്നെ വരണമോ എന്നവൾ ചിന്തിക്കുന്നു. താൻ ചെയ്ത തെറ്റോർത്ത് അവൾക്ക് വലിയ കുറ്റബോധം തോന്നുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കയ്യിൽപ്പെട്ട് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് ഭർത്താവ് പറയുന്നു. ഇനി നിന്നെ കാണാൻ കഴിയില്ലെന്നാണ് വിചാരിച്ചത്, കണ്ടല്ലോ, ഇനി നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് അയാൾ പറയുന്നു.
നടന്ന കാര്യങ്ങളെല്ലാം പറയാമെന്ന് അവൾ തീരുമാനിക്കുന്നു. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവളെല്ലാം വിശദീകരിക്കുന്നു. അയാൾ കുറച്ചു നേരം പുക വലിച്ച് ആലോചിക്കുന്നുണ്ട്. ദേവിയുടെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഒന്നും മറച്ചു വെക്കാതിരുന്നത്. ഞാൻ ഒരു ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. അതെ എന്നവൾ തലയാട്ടുന്നു. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് പിന്തുടരാം. ഞാൻ ഇന്ന് വരാതെ ഇന്നലെ വന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഞാൻ ഇന്നലെ വന്നതായി കരുതാം. നീയും അങ്ങനെ തന്നെ കരുതുക. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം എന്നയാൾ പറയുന്നു. ദേവിയും സമ്മതിക്കുന്നുണ്ട്. ഇതോടെ 3ാമത്തെ കഥയും അവസാനിക്കുന്നു. അടുത്തതായി 4ാമത്തെ കഥയുടെ വിവരണം നോക്കാം. ഒരാൾ തന്റെ വീട്ടിൽ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു. പുസ്തകങ്ങളെല്ലാം ചിതറിക്കിടക്കുകയാണ്. അയാൾ ആരെയോ തിരയുന്നുണ്ട്. കാണാതായപ്പോൾ വിഷമിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ കഥ 2000ന്റെ തുടക്കത്തിലാണ് നടക്കുന്നത്. ആദ്യം കണ്ട ആളുടെ പേര് ദീപക്. അയാൾ IAS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അയാൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് കഷ്ടപ്പെടുന്നത് അച്ഛൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അച്ഛൻ ഗ്രാമത്തിൽ നിന്ന് വിദ്യ എന്നൊരു പെൺകുട്ടിയെ അവിടേക്ക് കൊണ്ടുവരുന്നു. വിദ്യയുടെ കുടുംബം വളരെ കഷ്ടപ്പാടിലാണ്. അവളുടെ വിവാഹം നടത്താൻ പോലും പണമില്ല. ഇവിടെ ജോലി ചെയ്താൽ കുറച്ച് പണം കിട്ടുമല്ലോ എന്ന് കരുതിയാണ് കൊണ്ടുവന്നത്. 2-3 ദിവസം മാത്രമേ അവൾ ഇവിടെ ഉണ്ടാവൂ എന്നും അച്ഛൻ പറയുന്നു. ദീപക്കും സമ്മതിക്കുന്നുണ്ട്. ദീപക് അച്ഛനെ യാത്രയാക്കാൻ പോകുമ്പോൾ മോഹിനി എന്ന പെൺകുട്ടിയുടെ കോൾ തുടർച്ചയായി വരുന്നു. അച്ഛൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പണം ചെലവഴിച്ചാണ് നിന്നെ പഠിപ്പിക്കുന്നത്, അത് മനസ്സിലാക്കി പെരുമാറണം എന്ന് അച്ഛൻ പറയുന്നു. എനിക്ക് മനസ്സിലായി അച്ഛാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ അച്ഛനെ യാത്രയാക്കുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വിദ്യ അവന് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നു. നിങ്ങൾ നന്നായി കാപ്പി ഉണ്ടാക്കുന്നുണ്ട് എന്നും അവൻ പറയുന്നു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെന്താ തുടർന്ന് പഠിക്കാതിരുന്നത് എന്നവൻ ചോദിക്കുന്നു. കുടുംബത്തിലെ സാഹചര്യം കാരണമാണ് തുടർന്ന് പഠിക്കാൻ കഴിയാത്തതെന്നും നടക്കാൻ പോകുന്ന കല്യാണത്തിൽ തനിക്ക് താല്പര്യമില്ലെന്നും അവൾ പറയുന്നു. അവൻ കഠിനമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ വന്ന് നോക്കി നിൽക്കുകയാണ്. എന്താ എപ്പോഴാ വന്നത് എന്നവൻ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വന്നതാണ്. നിങ്ങൾ പഠിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കി നിന്നുപോയി എന്നവൾ പറയുന്നു. അവൻ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് അവൾ ആകാംക്ഷയോടെ ചോദിക്കുന്നു. ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അവൻ അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നു. അവനും അവളെ നോക്കുന്നുണ്ട്. അവളുടെ നിഴലിനെ ചുംബിക്കാനെന്ന പോലെ അവൻ മുഖം അടുപ്പിക്കുന്നു. വിദ്യ ഇത് കണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. പ്രസന്റ് കാണിക്കുന്നു. വിദ്യ അവനെ ഉപേക്ഷിച്ചു പോയതുകൊണ്ടാണ് അവൻ വിഷമിച്ചിരിക്കുന്നത്. അവളുടെ ഒരു തുണി കയ്യിൽ പിടിച്ച് അവൻ വിഷമിക്കുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്ക്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യയ്ക്ക് ഫോൺ വരുന്നുണ്ട്. അവൾ വീട്ടുകാരുമായി സംസാരിക്കുന്നു. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. മറ്റൊരു ദിവസം അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹിനിയുടെ കോൾ വീണ്ടും വരുന്നുണ്ട്. വിദ്യ ഇത് ശ്രദ്ധിക്കുന്നു. എന്താ തുടർച്ചയായി കോൾ വരുന്നത്, നിങ്ങളെന്താ എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളെ തുറച്ചു നോക്കുന്നു. കാറ്റ് ശക്തിയായി വീശുമ്പോൾ വിദ്യ തുണികൾ എടുക്കുന്നുണ്ട്. കാറ്റിൽ അവളുടെ വസ്ത്രം പാറി പറക്കുമ്പോൾ അവൻ അവളുടെ അരക്കെട്ടിലേക്ക് നോക്കുന്നു. അവൻ നോക്കുന്നുണ്ടാകുമെന്ന് അവൾക്ക് തോന്നുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവിടെയില്ല. അവൻ അവളുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ച് അവൻ അവളെ സഹായിക്കുന്നു. ഒരു ദിവസം അവൻ വരുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് കരയുന്നത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് അവൾ തിരിച്ചു മറുപടി പറയുന്നു. പുറത്തേക്ക് വാ, ചായ കുടിച്ച് സംസാരിക്കാം എന്നവൻ പറയുന്നുണ്ട്. അവർ പുറത്തു നിന്ന് സംസാരിക്കുന്നു. കുടുംബത്തിന്റെ അവസ്ഥയോർത്താണ് ഞാൻ കരഞ്ഞതെന്ന് അവൾ പറയുന്നു. തനിക്ക് പഠിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും അവൾ പറയുന്നു. വിദ്യ അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷെ ദീപക് മോഹിനിയുമായുള്ള പ്രശ്നം പറഞ്ഞിരുന്നില്ല. ആരാണ് മോഹിനി, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ദീപക് പഠിക്കാൻ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് മോഹിനിയെ പരിചയപ്പെട്ടത്. അവൾ വളരെ മോഡേൺ ആയിരുന്നു, മദ്യപിക്കുമായിരുന്നു. ഒരു പൊതുസ്ഥലത്ത് വെച്ച് അവൾ അവനെ കെട്ടിപ്പിടിക്കുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ പഠനത്തിലുള്ള ശ്രദ്ധ പോകുമെന്ന് കരുതി അവൻ അത് നിരസിച്ചു. അന്നു മുതൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ഇതുവരെ എന്റെ ശ്രദ്ധ എവിടെയും പാളിയിട്ടില്ല. പക്ഷെ എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത്, അന്ന് എന്റെ ശ്രദ്ധ പോയി എന്നവൻ പറയുന്നു. അവളെ കാണുമ്പോഴെല്ലാം തന്റെ ഉള്ളിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ടെന്നും അവളോടൊപ്പം ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവൻ പറയുന്നു. അവന്റെ സംസാരം കേട്ട് അവൾ ഭയന്ന് മുറിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. പക്ഷെ അവൾ അകത്തേക്ക് ഓടി പോവാണ്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അവൾ തന്റെ ജോലി മാത്രം ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവന് പഠിക്കാൻ കഴിയുന്നില്ല. വിദ്യയ്ക്കും കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു ദിവസം അവൻ ഒരുപാട് മദ്യപിച്ചു വരുന്നു. അവൻ പഠിത്തം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. ഒരു ദിവസം ദീപക് കൂട്ടുകാരനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവൾ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 10 ദിവസത്തിനുള്ളിൽ പരീക്ഷയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇത് വിദ്യ കേൾക്കുന്നുണ്ട്. അപ്പോൾ മോഹിനി അവിടേക്ക് വരുന്നു. എന്നോട് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവളിൽ എന്തിരിക്കുന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ദേഷ്യത്തിൽ അവൻ അവിടെയുള്ള സാധനങ്ങളെല്ലാം തട്ടിമറിക്കുന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി വിദ്യ ഒരു കത്ത് എഴുതി വെച്ച് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോഴാണ് ആദ്യത്തെ സീനിൽ കഥയെ ബന്ധിപ്പിക്കുന്നത്. അവൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വിദ്യയില്ല. അവളുടെ ഒരു വസ്ത്രം മാത്രം അവിടെ ഉണ്ട്. അത് പിടിച്ച് അവൻ വിഷമിക്കുകയാണ്. ആ വസ്ത്രത്തിനപ്പുറം വിദ്യ നിൽക്കുന്നതായി അവന് തോന്നുന്നു. അവൻ നോക്കുമ്പോൾ അവിടെ വിദ്യ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ അങ്ങനെ വിട്ടുപോകാൻ എനിക്ക് തോന്നിയില്ല. ഇന്നൊരു ദിവസം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കണം എന്ന് അവൾ പറയുന്നു. അവൻ വിദ്യയുമായി ഒന്നാകുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിദ്യ അവിടെ ഇല്ല. ഓൾ ദി ബെസ്റ്റ് എന്ന് മാത്രം എഴുതി വെച്ച് അവൾ പോയിരുന്നു. വിദ്യ അവളുടെ നാട്ടിലേക്ക് പോകുന്നതായി കാണിക്കുന്നുണ്ട്. അവൾ എഴുതിയത് വായിക്കുന്നുണ്ട്. അവൻ പരീക്ഷ നന്നായി എഴുതാൻ വേണ്ടിയാണ് വിദ്യ അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഭാവിയിൽ അവർ ഒന്നിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമാകുന്നില്ല. ഇതോടെ ഈ കഥയും ഇവിടെ അവസാനിക്കുന്നു. ഈ 4 കഥകളിൽ നിങ്ങൾക്ക് ഏത് കഥയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ബോക്സിൽ പറയണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.